പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവമാണ് നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതെങ്കിൽ ഈ 1 മണിക്കൂർ നേരം ദൈവമാണ് നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് വിശ്വാസമുണ്ടെങ്കിൽ പൂർണ്ണമായും നമ്മെ അവിടത്തേക്ക് അടിയറ വയ്ക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭവനത്തിൽ ഒരു കൊച്ചു പെൺകൊച്ച് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ അടിയറ വെച്ചു. ഒരു എളിയ ദാസിയായിട്ട് അവൾക്ക് ലോകത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായെ ഗർഭം ധരിക്കുവാനും ഒരു മകനെ വളർത്തി ലോകത്തിൻ്റെ രക്ഷകനായി ദേവപുത്രൻ്റെ അമ്മയായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഒരു കൊച്ചു ഭവനത്തിൽ ഒരു പെൺകൊച്ചിന് ലഭിച്ച ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ആ മകനിലൂടെ ആണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പൊന്നോമന മക്കളായി ഇവിടെ ഒന്നിച്ചായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സങ്കീർത്തന വചനങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അല്പനേരം എഴുന്നേറ്റുക. 5 മിനിറ്റ് 2-3 മിനിറ്റ് നമുക്ക് ദൈവം സ്തുതിച്ചിട്ട് നമുക്ക് ഇരിക്കാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങി നിർത്തണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ അങ്ങ് താങ്ങി നിർത്തണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, കർത്താവിന്റെ രൂപത്തിൽ ഇരിക്കുന്നവനെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. മുഴു ഹൃദയത്തോടെ മുഴു ആത്മാവോടെ സർവ്വശക്തിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, നന്ദി, സ്തുതി, നന്ദി, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, മഹത്വം. നമുക്കിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിലെ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാം. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈശോ മരിക്കുന്നതിന് മുമ്പ് അവരെല്ലാവരും ദൈവാത്മാവിലാ നിറഞ്ഞ് തൻ്റെ ദൗത്യം തുടരണം. അതിന് ആത്മാവിൻ്റെ ശക്തിയിൽ വ്യാപരിച്ച് ദൈവമക്കളായി സകല ജനപദങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ആ ഈശോയുടെ ജോലി തുടരുവാനുള്ള ആ ശിഷ്യന്മാർക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് ശേഷം വീണ്ടും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ശ്ലീഹന്മാര് ലോകത്തിൻ്റെ ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് ആശീർവദിച്ചുകൊണ്ടാണ് ഈശോ അവരെ പറഞ്ഞയക്കുന്നതെന്ന് ഓർക്കുക. അപ്പൊ അവർക്ക് അതിനുള്ള ശക്തി കിട്ടണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ്
ലോകത്തിന്റെ 4 വശത്തും 4 ദിക്കിലും സകല മനുഷ്യരെയും ഇനി ജനിക്കാൻ പോകുന്നവരെയും ദൈവത്തിന്റെ ഈ അരുളപ്പാട് കൊടുത്ത് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തണം. അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഈശോ. അവര് പോയി പ്രസംഗിച്ചു കഴിയുമ്പോൾ അവരിലൂടെ ദൈവാത്മാവ് കൊടുക്കുന്ന ദൈവത്തിന്റെ തിരുവചനങ്ങൾ ശ്രവിച്ച് വിശ്വാസികളായി കടന്നു വരുന്നവർക്ക് മാമോദിസ കൊടുത്ത് ദൈവമക്കളായി സഭാമക്കളായി ചേരുമ്പോൾ അവരൊരു സ്നേഹത്തിന്റെ കൂട്ടായ്മ ഒന്നായിരിക്കണമെന്നോട് ആഗ്രഹിച്ചു. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് അടിയറ വെച്ചു. ഒരു കുഞ്ഞ് ജനിക്കും, പുത്രൻ ജനിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കൊച്ചു പെങ്കൊച്ചിനാകെ ഭയമായി പോയി. സത്യം പറഞ്ഞാല് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കല്യാണമൊന്നും കഴിച്ചില്ല, പുരുഷനില്ലല്ലോ, പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കും, നാട്ടു നടപ്പുകളൊക്കെ ആരും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെട്ടവളാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പരിശുദ്ധൻ ദൈവപുത്രൻ വിളിക്കപ്പെടും. ഇത് കേട്ടപ്പോൾ അത് പ്രിയ ആ ദൈവപുത്രനെ എന്നും മിക്കവാറും എല്ലാ ഞായറാഴ്ചകളെയും സ്വീകരിക്കുന്നവരാ നാം ഓരോരുത്തരും എന്ന് പറയും. ഒരൊറ്റ പ്രാവശ്യം ഗബ്രിയേൽ മാലാഖയിൽ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച ആ പെങ്കൊച്ച് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പൂർണ്ണമായി അടിയറ വെച്ചു. അവള് പിന്നീട് നോക്കണേ, ആ സ്ലീഹന്മാരെ ഈശോ മരിച്ചതിന് ശേഷം എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുമെന്ന് പറഞ്ഞത് മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് ആ മാളികയില് പ്രാർത്ഥിക്കാൻ ഈ സഹോദരങ്ങളെല്ലാം വിളിച്ചു കൂട്ടി. ഒത്തിരി സഹോദരന്മാരുണ്ടായിരുന്നു സ്ത്രീകന്മാരെ കൂടാതെ. അവരെല്ലാവരും കൂടെ പ്രാർത്ഥനാ നിരതരായിരിക്കുക. അതിനാരാം ചുക്കാൻ പിടിച്ചത്? ഈ അമ്മയാണ്. ഈ അമ്മയ്ക്ക് കാര്യം ഗൗരവം മനസ്സിലായി. ഇവന്റെ ജനനത്തെ കുറിച്ച് ശിമയോൻ പറഞ്ഞതെല്ലാം അവർക്ക് അറിയാമായി. അതുകൊണ്ട് സ്ത്രീകന്മാർക്ക് കിട്ടിയതിനേക്കാൾ വലിയ ബോധ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ മക്കള് ചെതറിപ്പോകരുത്, സ്നേഹത്തിൽ ഒരു കൂട്ടായ്മയായി ഒരപ്പന്റെ മക്കളെ പോലെ ലോകത്തിൽ ഈ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാണമെന്ന് അവൾ ആഗ്രഹിച്ചതുകൊണ്ട് അവരെയെല്ലാം ഒരു കുടക്കീഴിൽ തന്റെ കരങ്ങൾ കീഴിൽ ഇരുത്തി ആ പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് സെഹിയോൻ മാളികയില്. അങ്ങനെ അമ്മയുടെ സംരക്ഷണത്തിൽ മക്കളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആ പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നിറങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വിശുദ്ധ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എഴുന്നേറ്റ് മറ്റപ്പസ്തോലന്മാരോട് എഴുന്നേറ്റ് എന്ന ഒരൊറ്റ പ്രസംഗം. എന്താ പ്രസംഗിച്ചത്? ഒരു നീണ്ട പ്രസംഗം നടത്തി. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യഹൂദര് മരത്തിൽ തൂക്കിക്കൊന്നവനെ ദൈവം കർത്താവും രക്ഷകനുമായി ഉയർപ്പിച്ചു, ഞങ്ങൾ സാക്ഷികളാണെന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായി അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ ഹൃദയം നൊന്ത് കരയുക ചെയ്ത്, സഹോദരങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം, സഹോദരങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അവർ ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കും. ഇതാ വീണ്ടും അവരുടെ മേലുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തി കിട്ടാൻ, ദൈവത്തിന്റെ മക്കളായി സ്നേഹത്തിന്റെ കൂട്ടായ്മയാകുവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് കേൾക്കും. ആ ദാനം ലഭിക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം തരുന്ന ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏതാണ്ട് 3000-ഓളം ആളുകൾ ഒരൊറ്റ പ്രസംഗം കൊണ്ട് സഭാമക്കളായി ഒന്നിച്ചു കൂടുക പരിശുദ്ധാത്മാവിന്റെ നിറവിൽ. അവരെല്ലാവരും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാമത്തെ വചനത്തിൽ നമുക്കാണ് അവരെന്താ ചെയ്തെന്ന് വായിച്ച് കേൾക്കാം. അവർ സ്ത്രീഹന്മാരുടെ അവരപ്പോസ്തലന്മാരുടെ പ്രബോധനം, പ്രാർത്ഥന, കൂട്ടായ്മ,
അപ്പം മുറിക്കൽ, ഈ 4 കാര്യങ്ങളിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നതും. ആരും വിളിച്ചു കൂട്ടിയിട്ടല്ല, ആണോ? അവർ അനുഭവിച്ച പരിശുദ്ധാത്മ ശക്തിയാൽ അപ്പോസ്തലന്മാരുടെ ആ പ്രബോധനം കേൾക്കാൻ, അതായത് ദൈവവചനം കേൾക്കാൻ, പിന്നെ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചിരിക്കാൻ, അവർ പങ്കുവെക്കുന്നവരാകുവാൻ, പിന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷ. ശ്രദ്ധിച്ചിരിക്കണേ, അല്ലെങ്കിൽ വെറുതെ ആയി പോയില്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ ആത്മാക്കളൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ്. ആ ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ ചാരിയിരിക്കത്തില്ല. കാരണം ഈ ഇരിക്കുന്നതെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇന്നത്തേക്ക് തന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് കണക്ക് എന്നോടും ചോദിക്കും. ഒരിടവകയിലെ വൈദികൻ ഇവിടെ ഇരിക്കുന്ന 3 അച്ഛന്മാർക്ക് കണക്ക് കൊടുത്തവരാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ലേഖനം വായിച്ചപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് എൻ്റെ കണ്ണു തള്ളിപ്പോയി. സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു കന്യാസ്ത്രീ മഠത്തിലെ പുതിയ 5-6 കന്യാസ്ത്രീകളെ വ്രതവാഗ്ദാനം ചെയ്യുക. വ്രതവാഗ്ദാനം ചെയ്ത് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞ സ്ഥലത്തെ മെത്രാൻ ഒരു പ്രാർത്ഥന ചൊല്ലി ആ സുപ്പീരിയർ അമ്മയെ വിളിച്ചു പറഞ്ഞു കൊടുത്തതാണ്. എന്താണെന്നറിയാമോ? മണവാളന്റെ മുമ്പില് വിലയുള്ളവരായി ഇവരെ നിർത്താൻ ഭാരിച്ച ഉത്തരവാദിത്വം ഇതാ അമ്മയ്ക്ക് തരുന്നവർ. അവരെ ഏൽപ്പിക്കുക, സുപ്പീരിയർ അമ്മയെ ഏൽപ്പിക്കുക. ഇവരുടെ ആത്മാക്കള് ദൈവത്തിന് മുമ്പിൽ കളങ്കമില്ലാതെ നിൽക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ ഈ സുപ്പീരിയർ അമ്മയെ ചുമതലപ്പെടുത്തിയപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ആരെയൊക്കെ തമ്പുരാൻ ഓരോ ദിവസവും തരുന്നുവോ അവരെ എല്ലാവരെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ വൈദികരെയൊക്കെ ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവരായി നിർത്തുവാൻ ഞാനും ക്രിസ്തുവിനെ പോലെ ഒരു രക്ഷകനായി തീരണം. അതിനുവേണ്ടി ഒരു ജീവിതം. ഇത്രയേറെ ബോധ്യം ഉണ്ടായാൽ പിന്നെ നമുക്ക് കുത്തിയിരിക്കാൻ പറ്റില്ല. നമ്മുടെ മൂഡ് ഉറക്കത്തില്ല. പ്രാർത്ഥനയായിരിക്കും. രക്ഷയുടെ വഴികളെ പറ്റി ആലോചിച്ചുകൊണ്ട് നടക്കും. നമുക്ക് ഓരോരുത്തർക്കും വിലപ്പെട്ടവരായിരിക്കുന്നത്. ഇവർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ എല്ലാം വീട്ടിൽ ജീവിത പങ്കാളിയും മക്കളും മറ്റു പലരും ഉണ്ട്. ഇവരെല്ലാം നമുക്ക് അമൂല്യരാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ആ കൂട്ടായ്മയിലെ ദൈവജനത്തിനെ പോലെ എപ്പോഴും നമ്മുടെ ഇടവകയിലും നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ആരൊക്കെയോ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഓരോ ദിവസവും. അവരെല്ലാം ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി ഞാനും നിങ്ങളും ബലിയർപ്പകരും ബലിവസ്തുവായി തീരണമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. രാത്രിയുടെ യാമങ്ങളിൽ വന്നിരിക്കുമ്പോ താവേ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തരണമേ എന്ന് എളിയ പ്രാർത്ഥനയുണ്ട്. ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങുന്നെങ്കിൽ ഞാൻ പറയും നിങ്ങൾ പാപം ചെയ്യുന്നു. കാരണം എന്നാ? യാക്കോബ് ശ്ലീഹ 4:7 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാൽ കഴിയുന്ന നന്മകൾ അത് അറിയിക്കുന്നത് ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പാപമാണ്. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 3:27 ഇത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യാക്കോബ് ശ്ലീഹ മാത്രമല്ല, പഴയ നിയമത്തിലെ സുഭാഷിതങ്ങൾ 3:27. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്ലീഹന്മാരെല്ലാവരും, ശ്ലീഹന്മാരുടെ ചുറ്റും ജനങ്ങളെല്ലാം വിശ്വാസത്തിൽ കടന്നു വരുന്നവരെല്ലാം ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയായി അപ്പം മുറിക്കൽ ശുശ്രൂഷ, അന്നത്തെ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ് ഇപ്പോഴത്തെ പരിശുദ്ധ കുർബാന. അവരെന്നും ഒരു മേശയിൽ നിന്ന് ഭക്ഷിച്ചു. അപ്പം ഭക്ഷിക്കുന്നതിന് മുമ്പ് ദൈവവചനം മുറിക്കുക. അത് അപ്പം മുറിക്കുന്നത് പോലെ വചനം മുറിക്കുന്ന മേശ, അതാണിത്. അത് ശ്രീഹന്മാരങ്ങനെ അപ്പം വചനം മുറിച്ചു കൊടുക്കുക, അതായത് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുക. കർത്താവ് എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷ വിശുദ്ധ കുർബാനയെ പങ്കുകൊണ്ടു. പിന്നീട് അവരുടെ ജീവിതം മുഴുവൻ പങ്കുവെക്കുന്നതിലായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം 44-ാമത്തെ വചനം കൂടെ ഒന്ന് ശ്രമിക്കുക. വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഹെബ്രായ ലേഖനം 13-15-16 തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രമിക്കാം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 15-16. അവനിലൂടെ നമുക്ക് ഏറ്റു പറഞ്ഞേ ചേച്ചി, എല്ലാവരും കൂടെ ഏറ്റു പറഞ്ഞേ. അവനിലൂടെ
നമുക്ക് ദൈവത്തിന് സ്തുതിയുടെ ബലി അർപ്പിക്കാം. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലം. ഹല്ലേലൂയ. അവന്റെ നാമത്തെ നാവ് കൊണ്ട് അധരം കൊണ്ട് ഏറ്റുപറയുന്നത് സ്തുതിയാണ്, ബലിയാണ് എന്ന് പറഞ്ഞു വെച്ചു. വിശുദ്ധ കുർബാനയാണ് അവിടെ ഈശോയെ ഏറ്റുപറയുക. അല്ലാതെ തന്നെ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോന്റെ സർവസ്വമാണ്, രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നതും ഒരു ബലിയായിട്ട് ഈശോ സ്വീകരിക്കുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത വചനങ്ങളൊന്ന് വായിക്കാം. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. ഇത്തരം ബലികൾ കണ്ടോ, കർത്താവിന് പ്രീതികരമാ നിങ്ങൾക്കുള്ളത്. അതാണ് ഈ കൂട്ടായ്മ, പങ്കുവെക്കൽ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 2:42 നമ്മൾ വായിച്ചില്ലേ? ശ്രീമാരുടെ പ്രബോധനം, അപ്പമുറിക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ, ഇവിടെയെല്ലാം നടക്കുന്നത് ഈ പങ്കുവെക്കലാണ്. അപ്പൊ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളത് പങ്കുവെക്കുന്നതിലും ഒരിക്കലും ഉപേക്ഷ വരുത്തരുത്. ഇത്തരം ബലികൾ കണ്ടോ, അതൊരു ബലിയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളൊരു സഹനം ഏറ്റെടുക്കുകയല്ലേ. നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്നത് അല്ലെ വീട്ടിലുള്ളത് എടുത്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ബലിയായിട്ട് കർത്താവ് സ്വീകരിക്കുകയാണ്. അതാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായം. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെല്ലാവരും ഒന്നായിരിക്കണം. കാരണം എന്താ? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, 3 വ്യക്തികൾ കൂടി ഒരൊറ്റ ദൈവം. ഇത് നമ്മളെ തലകൊണ്ട് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം വിശ്വാസത്തിന്റെ ദാനം തന്നതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പഞ്ചസാരക്കകത്ത് ചായക്കകത്ത് മധുരം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് മധുരം പഞ്ചസാര എടുത്ത് മാറ്റിയിട്ടാണോ ഇത് മധുരം ഉണ്ടെന്ന് പറയുന്നത്? ആണോ? ഒരിക്കലും അല്ല. കാരണം നമ്മൾ ആസ്വദിക്കുക അല്ലേ? ഇതുപോലെയാ ദൈവവും. ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ തന്റെ പിതാവിനോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ അയച്ചു. അങ്ങ് 3 വ്യക്തികളാ. ആ 3 പേരും കൂടെ ഒന്നാണ്. ഇതെങ്ങനെ വിശ്വസിക്കും? അഗസ്റ്റീനോസിന് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. മാലാഖ എന്നാ ചെയ്തു? കടപ്പുറത്തിരുന്ന് കൊക്കാ കൊണ്ട് വെള്ളം കോരി ഒരു കുഴിയിലോട്ട് നയിക്കുക, കടലിലെ വെള്ളം പറ്റിക്കാൻ നോക്കുക. അപ്പൊ അഗസ്തീനോസ് ചോദിച്ചു, ഇതെന്താ സംഭവം? ഈ കടലിലെ വെള്ളം പറ്റിക്കാൻ പോവുക, സത്യം നടക്കുവോ? അപ്പോ ആ മാലാഖയാണെന്നറിയിൽ കൊച്ചു പയ്യനായിട്ടിരിക്കുക, ഇതുപോലൊരു പയ്യനെ മാലാഖ പറഞ്ഞു കൊടുത്തു, നീ ചിന്തിക്കുന്ന കാര്യം ഇത് തന്നെയാ, നിനക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ പരിശുദ്ധ ത്രിത്വത്തെ പറ്റിയുള്ള ഗൗരവമായ ആശയം അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം ദാനമായി തന്ന നമ്മുടെ ചേതന കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെടുത്തപ്പെട്ട ദൈവമാണ്. എന്നാൽ അവർ 3 കൂടെ ഒന്നാണ്. അതാണ് നമ്മൾ പരിശുദ്ധ ത്രിത്വം എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഈ ഒരു കൂട്ടായ്മയാണ്, ചൈതന്യമാണ് സഭയ്ക്കുള്ളത്. കർത്താവായ ഈശോ മിശിഹ അതിൻ്റെ ഈശോ മിശിഹ അതിൻ്റെ തലയും നമ്മൾ അതിൻ്റെ ശരീരവും. നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിലെ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞത് ജെറുസലേമിലെ മാളിക മുകളിലുണ്ടായിരുന്ന സ്ത്രീഹന്മാരുടെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 2 പേര് ആ കൂട്ടായ്മ വിട്ട് നിരാശ പിടിച്ച് എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ പരീക്ഷയൊക്കെ എഴുതി നിരാശപ്പെട്ട് പോകുമ്പോൾ കൂട്ടുകാരെയും കൂടിയിട്ട് വേറെ അല്ല ബാറിലോ അല്ലെ സിനിമാ തിയേറ്ററിൽ പോകില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ 2 സുഹൃത്തുക്കളെ അമ്മയുടെ കൂടെ അവിടെ പ്രാർത്ഥിക്കാനോ ഈശോ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നതിലൊന്നും വിശ്വാസം വരാതെ നിരാശ ബാധിച്ച് അവർക്ക് ഇച്ചിരി സന്തോഷം കിട്ടുന്ന സ്ഥലം എമ്മാവൂസ്, നമുക്കറിയത്തില്ല കൂടുതലൊന്നും. അങ്ങനെ നടന്നു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഈശോയ്ക്ക് മനസ്സിലായി ഇവന്മാര് കൂട്ടായ്മ വിട്ടു പോകുന്ന പയ്യന്മാരാ. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? ഈശോയെ കണ്ട ഇവർക്ക് തിരിച്ചറിയാൻ മേല ഒരു അപരിചിതനെ പോലെ നടന്നുപോയി. കൂടെ പോകുന്ന ആ ചരിത്രമായി 24-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഈ എന്തിനെ പറ്റിയാ നിങ്ങൾ സംസാരിക്കണമെന്ന് ഈശോ അവരോട് ചോദിച്ചു.
ഇതെന്നാ നീ അപരിചിതനാണോ? ജെറുസലേമിൽ സംഭവിച്ച ഈ കാര്യങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ? എന്ത് കാര്യം? അത് മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുമ്പിൽ വളരെ പ്രീതിജനകമായ വാക്കിലും പ്രവൃത്തിയിലും ഉന്നതനായ ഒരു പ്രവാചകനായിരുന്നു യേശുക്രിസ്തു. അവനെ ആ പുരോഹിതന്മാരും നിയമജ്ഞന്മാരും പരിസയ്യർ പ്രമാണികളെല്ലാം കൂടെ കുരിശിൽ തൂക്കിക്കൊന്നു. ഇത് 3-ാം ദിവസമാണ്. ചില സഹോദരിമാര് വന്ന് പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് 2-3 ദിവസമായി. ഇതെല്ലാം കേട്ടിട്ട് ഒരു സന്തോഷമില്ല, സമാധാനമില്ല, നേരാണെന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇവരീ പോകുന്നത്. അതുകൊണ്ടാണ് ഈശോ അവരോട് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത ഒരു ഭാഗമുണ്ട്, വായിച്ച് കേൾക്കാം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 24-ാമത്തെ വചനം, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, ഈശോ പറയുക, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. വായിക്കുക. നമ്മുടെ ഈശോ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? അന്ന് നേരത്തെ പറഞ്ഞതായതല്ല ഈശോ ജീവിച്ചിരുന്നപ്പോൾ. വായിക്കേ. മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലേഖനങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു. മോശ തുടങ്ങി അന്നേ വരെ വന്നിട്ട് സകല പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈശോയെ ഈ വരാനുള്ള രക്ഷകന് വരാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി. അവൻ മരിക്കുമെന്നും പീഡ സഹിക്കുമെന്നും മരിക്കുമെന്നും ഉയർത്തെഴുന്നേക്കുമെന്നും യെശയ്യാ പ്രവാചകനൊക്കെ പറഞ്ഞില്ലേ? ഇത് മുഴുവൻ അന്നേരം കൊണ്ട് വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചു. വ്യാഖ്യാനിച്ച് അവര് എമ്മാവൂസ് ഗ്രാമത്തിനോട് അടുത്തു. അവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ദൈവവചനം കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മൾക്കൊരു സന്തോഷവും സുഖം തോന്നുകയില്ലേ? എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. ഒരിടത്തും ഞാൻ ഉറങ്ങാറില്ല. കാരണം ഇത് കേൾക്കുമ്പോൾ ഒത്തിരി ആനന്ദമാണ് മനസ്സിൽ. അതാ പരിശുദ്ധ പിതാവ് ആനന്ദം എന്ന് പറയുന്ന ദൈവവചനത്തെ പറ്റി. ദൈവവചനത്തിന്റെ ആനന്ദം. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന വിശപ്പും ദാഹവും ഉപയോഗിച്ച് 5000 പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്തില്ലേ? അത്രയും തന്നെ സ്ത്രീകളും കുറെ മക്കളും കാണും. 10-15,000 പേര് കാണും. ഓർമ്മയില്ലേ? അത്രയേറെ സഹിച്ചിരുന്നവരാ, തളർന്ന് കിടന്ന മനുഷ്യരാ. കാരണം കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വരാനിരുന്ന രക്ഷകനെ നേരെ കണ്ട് ആസ്വദിച്ചിരുന്നപ്പോ ഉറങ്ങാൻ പറ്റില്ല അവർക്ക്. അത്രയേറെ തീക്ഷ്ണതയോടെ കാത്തിരുന്നു. ഞാൻ ആ മനുഷ്യർ കൂടെ പോയ എമ്മാവൂസിലേക്ക് പോയ ക്ലെയോപ്പയാസും മറ്റേ സഹോദരൻ പറയുക, അവരെത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അറിയത്തില്ലാത്ത മട്ടിൽ ഈശോ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അവര് പറയാ, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. കാരണം എന്താണെന്നറിയോ? ദൈവവചനം വഴിയിൽ വെച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഹൃദയം ജ്വലിച്ചു കൊണ്ടിരുന്നു. അപ്പൊ അവരുടെ ഭയം പോയി. ദൈവവചനം കേട്ടപ്പോൾ അവർ ഭയം പോയി, ഭയം വിട്ടുപോയി. പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞുകൊണ്ടിരുന്നു വചനം ശ്രവിച്ചപ്പോൾ. അതാണ് അവർക്കുണ്ടായ അനുഭവം. അവരോടൊപ്പം ഭക്ഷണത്തിരുന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? വായിച്ചു. അതെ, പരിശുദ്ധ കുർബാന ഈശോ തന്നെ അവിടെ നടത്തുക. വീണ്ടും പണ്ട് അപ്പമെടുത്ത് വിരിച്ചു കൊടുത്തില്ലേ ശിഷ്യന്മാർക്ക്? അന്ന് ഈ സഹോദരങ്ങളില്ലായിരുന്നു. ഇവർക്കും ഈ ഉയർത്തെഴുന്നേറ്റ ഈശോ പച്ച മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക. ശരീരം ധരിക്കാൻ ആത്മീയ ശരീരമായിട്ട് അവർക്ക് കാണാൻ തൊടാം, ഭക്ഷിക്കാം. അങ്ങനെ ഒരു ശരീരമാണ്. ഇതുപോലൊരു ശരീരം പുനരുത്ഥാനത്തിൽ നമുക്കും തരും. അത് ഓർത്തിരിക്കുക. ഈശോയ്ക്ക് കിട്ടിയതുപോലെ ഒരു രൂപാന്തരീകരിക്കപ്പെട്ട ശരീരം. അല്ലാതെ ചില ആൾക്കാർ വിശ്വസിക്കുന്ന പോലെ പട്ടിയും പൂച്ചയായിട്ടൊന്നും അല്ല നമ്മൾ ജനിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ജനനം, വീണ്ടും ജനനം. അത് ആത്മാവിൽ ജനിച്ച് വീണ്ടും മരിച്ച് അടക്കം ചെയ്ത് കർത്താവ് വീണ്ടും വരും. എസ്കറ്റോളജിയില് കർത്താവ് രണ്ടാമത്തെ ആഗമനത്തില് നീ നന്മ ചെയ്തവരെയെല്ലാം വലത്തുവശത്ത് ചെമ്മരിയാട്ടിൻകുട്ടികളെ എല്ലാം വലതുവശത്ത് നിർത്തുന്ന പോലെ നമ്മളെ എല്ലാവരും അവിടെ നിർത്തും. നമുക്കെല്ലാവർക്കും കിട്ടുന്ന ശരീരം
ഇതേപോലൊരു ശരീരമാണ്. അത് ഓർത്തപ്പോ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ബാക്കി കേൾക്കാം. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? കണ്ടോ, അവരുടെ കണ്ണുകൾ തുറന്നു. ആ വചനം ഒന്ന് കാണാൻ പഠിച്ചു വെച്ചേ. ആ, അപ്പൊ ഈശോ ഇതിലേ പോയി. ഈശോ ഇതിലേ പോയി. ഈശോ പറഞ്ഞില്ലേ ഇത് എന്റെ ശരീരമാണ് അല്ലേ? ഒരു അപ്പക്കഷണം ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു എന്റെ ശരീരമാണ്. കാസ പറഞ്ഞ എന്റെ രക്തമാണ്. ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന ദിവസം ഉയർപ്പിക്കും. അപ്പൊ കർത്താവ് വാഗ്ദാനത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഈ അപ്പത്തിന്റെ രൂപത്തിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മറഞ്ഞു. അവരെ ഉൾക്കൊണ്ടു. പിന്നെ അവർക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ വേറൊരു ഗുണം കൂടി, ഈ കർത്താവിന്റെ കർത്താവ് ഉള്ളിൽ ചെന്നപ്പോഴത്തേക്ക് ദൈവാത്മാവിന്റെ ശക്തി നിറഞ്ഞ് അവര് പിന്നെ എമ്മാവൂസിന്ന് വേറെ എങ്ങും പോയില്ല. ഒരു കളി ഷാപ്പിലും പോയില്ല, ഒരു കൂട്ടായ്മയിലും ഒരു സിനിമയ്ക്കും അവർ പോയില്ല. അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? വായിച്ചു കേൾക്കട്ടെ. വഴിയിൽ വെച്ച് അവൻ വിശുദ്ധലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവിടുന്ന് എഴുന്നേറ്റ് ജെറുസലേമിലെ ആരുണ്ട് അവിടെ? പരിശുദ്ധ അമ്മയും സ്ത്രീകന്മാരും മറ്റൊത്തിരി സഹോദരങ്ങളും സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. അവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാ. പക്ഷെ ഇവര് നിരാശപ്പെട്ടിട്ടേച്ച് പോയതാ. ഇവരെ തിരിച്ചു കൊണ്ടുവരാനാ കർത്താവ് പരിപാടി ചെയ്തത്. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് നിരാശയൊക്കെ പോയി. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിറഞ്ഞ പരിശുദ്ധാത്മ ശക്തിയാ നിറഞ്ഞപ്പോൾ അവര് ജെറുസലേമിലെ അമ്മയുടെയും സ്ത്രീകന്മാരുടെയും കൂട്ടായ്മയിലേക്ക് തിരിച്ചുപോയെന്നാ വചനം പഠിപ്പിക്കുന്നത്. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമിയോനും പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വഴിയിൽ വെച്ച് ഇവർക്ക് സംഭവിച്ചതോ അവരങ്ങോട്ട് പങ്കുവെച്ചു. എന്നിട്ട് അവര് സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ആലിംഗനം ചെയ്ത് ഒരു ശരീരമായി തീർന്നു. അവര് ആദിമ സഭാ സമൂഹം ഇങ്ങനെയായി രൂപപ്പെടുത്തത്. അവരോട് ചേർന്ന് 2-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോ, അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോ കാണാം, പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഏതാണ്ട് 17 ഭാഷക്കാരുണ്ടായിരുന്ന, പല ഭാഷകളിലും സംസാരിച്ചിരുന്നവര് അന്ന് ജെറുസലേമിലുണ്ടായിരുന്നു. ഈ പത്രോസിന്റെ പ്രസംഗം അദ്ദേഹം ഹീബ്രു ഭാഷയിലായിരിക്കണം സംസാരിച്ചത്. ഇവർക്കെല്ലാവരും താന്താങ്ങളുടെ ഭാഷയിൽ മനസ്സിലായി. കണ്ടോ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. ഞങ്ങളെല്ലാവരും പല ഭാഷക്കാരാണല്ലോ, നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്തൊരു ശക്തി എന്ന് വിചാരിച്ചവരും, മദ്യം കഴിച്ചവരാണ് ഇവരുടെ ആരവം കേട്ടപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചവരും ഉണ്ട് അവിടെ. ഏതായാലും അതെല്ലാം പോട്ടെ. അവരെ പത്രോസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമറിക്കൽ, അങ്ങനെ സഭ വളരുകയാ. പിന്നീട് വീണ്ടും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം. ഞാനിവിടെ പറഞ്ഞത് ആദിമ സമൂഹം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച, വിശുദ്ധ കുർബാന സ്വീകരിച്ചവരെല്ലാം ഒരു സ്നേഹ കൂട്ടായ്മയായി വളർന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ. ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇന്നും പലപ്പോഴും അതെല്ലാം മറന്നു റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു ബന്ധവുമില്ല. പരസ്പര ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട വ്യക്തികളായി ആരെയും രക്ഷിക്കാനും സ്വർഗത്തിൽ കൊണ്ടുപോകാനും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് 50 വർഷം മുമ്പേ എഴുതപ്പെട്ട മാർപ്പാപ്പ ഒപ്പിട്ട് വെച്ചിരിക്കുന്ന വത്തിക്കാൻ കൗൺസിൽ സൂനകദോസിന്റെ ആ വലിയ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാർപ്പാപ്പ പറയുന്നതിന്റെ മാർപ്പാപ്പ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ ചെല്ലും, പറയുന്നത് കേൾക്കുകയും ചെയ്യും. ഇതാ 23-ാം ജോൺ മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത് പോളാർമൻ മാർപ്പാപ്പയെ ഒപ്പിട്ട് 2650 മെത്രാന്മാരുടെ സമിതി സമ്മേളിച്ച് ഈ വരും തലമുറയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവവചനം, അത് 2-ാം വത്തിക്കാൻ സൂനകദോസ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒറ്റപ്പെട്ട വ്യക്തികളായി ആരെയും രക്ഷിക്കാനും വിശുദ്ധീകരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. പരസ്പര ബന്ധമില്ലാത്ത
ഒറ്റപ്പെട്ട വ്യക്തികളായ ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ പങ്കുവെക്കലിന്റെ ആദിമ സമൂഹത്തിന്റെ ചൈതന്യത്തിലേക്ക് നാം ഓരോരുത്തരും തിരിച്ചു പോകണം. അല്ലാതെ എനിക്ക് അവിടെ പോയി അച്ഛൻ്റെ അടുത്ത് പോയി ഈ പള്ളിയിൽ വന്നല്ല ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കുറച്ച് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകാം. നോ, അതാണ് തമ്പുരാൻ ഇഷ്ടപ്പെടുന്നില്ല. അനുഗ്രഹം തരുന്നവനാണ്, അതൊക്കെ ശരിയാ. പക്ഷേ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എത്രയോ പേരെ, ആയിരങ്ങളെ പതിനായിരങ്ങളെ ഓരോ ദിവസവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കർത്താവ് ഇരിക്കുന്നത്. അവർക്ക് വേണ്ടിയെല്ലാം ദൈവതിരുമുമ്പിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും ബലിയർപ്പിക്കുന്ന ബലിയർപ്പകരാകാൻ ഈശോയോട് കൂടെ ഈശോയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്നവരുമാകണം നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം കാണാം. ലാസറിനെ ഉയർപ്പിക്കാൻ. ലാസർ മർത്തായും മറിയത്തിന്റെയും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, പലരും ഞാൻ പറഞ്ഞിട്ട് ഉറങ്ങിപ്പോവുക. നമ്മൾ ഏതായാലും കഷ്ടപ്പെട്ട് സഹോദരങ്ങളെ ഇവിടെ വന്നിരിക്കുക. എനിക്കറിയാം നമ്മളെല്ലാം ഉറങ്ങിപ്പോവും. പക്ഷെ നമ്മുടെ ഈ ദൗത്യം നമ്മുടെ മനസ്സിലൊന്ന് കയറ്റാമെങ്കിലുണ്ടല്ലോ, ഉറക്കം വരത്തില്ല. നമ്മളൊക്കെ ഉറങ്ങിപ്പോവും, നിത്യമായ ഒരു ഉറക്കം. ആ ഉറക്കം വരുന്നതിന് മുമ്പേ ശരിയായ ഒരു ദൗത്യബോധമുള്ളവരാണ്. ദൈവത്തിന്റെ മക്കളാ.